കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള LG G7 Thinq എന്ന് പറയുന്ന മൊബൈലിൻ്റെ അൺബോക്സിംഗ് ആണ്. സോ എന്നത്തെയും പോലെ തന്നെ LG G7 Thinqൻ്റെ ഈ ഒരു റിവ്യൂ യൂണിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തന്നെയാണ്. വേണൂസിലൊരു ബിഗ് താങ്ക്സ് ആൻഡ് ബിഗ് ഹൈ ഫോർ വേണൂസ് ടീം. ആൻഡ് അവരുടെ പുതിയ ഷോറൂം ഇരിങ്ങാലക്കുടയിൽ ഓപ്പൺ ആയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഇപ്പോഴും ഓഫേഴ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇരിങ്ങാലക്കുടയിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചെന്ന് മൊബൈൽ ഫോൺസും അതുപോലെ തന്നെ ഹോം അപ്ലയൻസും പർച്ചേസ് ചെയ്തുള്ളൂ. ഏതാനും ദിവസം കൂടി മാത്രമേ ആ ഓഫേഴ്സ് ബാക്കിയുള്ളൂ. ഇനി നമുക്ക് LG G7ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. സോ നമുക്ക് LG G7 Thinqൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ LG G7 Thinq ഹാൻഡ്സെറ്റ്. വാവ്, നല്ല ഒതുക്കമുള്ളൊരു ഹാൻഡ്സെറ്റാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹാൻഡ്സെറ്റാണ്. ഇതാണ് LG G7 Thinq. ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻസ് ഇതിൻ്റെ കവറിൽ തന്നെയുണ്ട്. സൂപ്പർ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്, AI ക്യാമറയുണ്ട്, ബൂം ബോക്സ് സ്പീക്കർ ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് കീ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. വളരെ നല്ലൊരു ഡിസൈനാണ്. ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ്. ഇതിൻ്റെ എക്സ്റ്റേണൽ ഓവർവ്യൂ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്, മുകളിലായിട്ട് നമുക്ക് സിം ട്രേ ഉണ്ട്, അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 വോളിയം ബട്ടൺ, വോളിയം അപ്പ് ആൻഡ് വോളിയം ഡൗൺ ബട്ടൺ. പിന്നെ അതുപോലെ ഇതാണ് നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ കീ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 3.5mm ഓഡിയോ ജാക്ക്. ഇതൊരു ക്വാഡ് ഡാക്ക് ഓഡിയോ ജാക്കാണ്. ഇതാണ് USB Type-C ചാർജിങ് പോർട്ട്, അതുപോലെ നമ്മുടെ സ്പീക്കർ ഗ്രില്ല്. സോ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റാണ്. ബാക്കിലായിട്ട് നമുക്ക് രണ്ട് ക്യാമറ സെറ്റപ്പ് ഉണ്ട്, ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്, LED ഫ്ലാഷ് ഉണ്ട്, ലേസർ ഓട്ടോ ഫോക്കസ് ഉണ്ട്. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ പറഞ്ഞില്ലേ കോണിംഗ് ഒരു ഗ്ലാസ് 5 ആണ് ഡിസൈൻ. അതുപോലെ ഫ്രണ്ടിലായിട്ട് 8 MP ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറയുണ്ട്. ഇതാണ് നമ്മുടെ സ്പീക്കർ ഗ്രില്ല്. ഇനി നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇത് കുറച്ച് പേപ്പർ വർക്ക്സ് ആണ്. LGയുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെ വാറണ്ടി കാർഡ് എന്നിവയാണ്. ഇനി ഇതാണ് നമ്മുടെ സിം ഇജക്ടർ ടൂള്. ഇനി ഇതിൻ്റെ ചാർജർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ചാർജർ എന്ന് പറയുന്നത് ക്വിക്ക് ചാർജർ ആയിരിക്കണം, കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. യെസ്, ക്വിക്ക് ചാർജറാണ്. 9 വോൾട്ട്, അതുപോലെ തന്നെ 1.8 ആംപിയറിൻ്റെ ക്വിക്ക് ചാർജറാണ്. ഇതാണ് നമ്മുടെ USB കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് തീർച്ചയായിട്ടും USB Type-C ആണ്. നമ്മൾ നേരത്തെ USB Type പോർട്ട് കണ്ടല്ലോ അല്ലേ, Type-C പോർട്ട് കണ്ടു. നമുക്ക് കൺഫേം ചെയ്യാം, ഇത് USB Type-C കേബിൾ തന്നെയാണ് LG G7 Thinqൻ്റെ കൂടെയുള്ളത്. ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് ഹെഡ്സെറ്റ് ആണെന്ന് തോന്നുന്നു. യെസ്, ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പാക്കിങ്ങിലാണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ഹെഡ്സെറ്റാണ്, നമുക്ക് കാണാം. ഇന്നിയർ ആയിട്ടുള്ളൊരു ഹെഡ്സെറ്റാണ്. യെസ്, LGയുടെ തനതായ ഹെഡ്സെറ്റ് തന്നെയാണ്. വിത്ത് മൈക്കാണ് വരുന്നത് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് LG G7ൻ്റെ അൺബോക്സിംഗ് ഉള്ളത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതായത് ഫോൺ ഞാനൊന്ന് ഓണാക്കാൻ പോവുകയാണ്. ഫോണൊന്ന് ഓണായി വരുമ്പോഴേക്കും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 6.1 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ്. അതുപോലെ IPS LCD ഡിസ്പ്ലേ ആണ്, നമ്മുടെ AMOLED ഡിസ്പ്ലേ അല്ല. മിലിറ്ററി സ്റ്റാൻഡേർഡ് കമ്പാറ്റബിൾ ആണ്, അതായത് ഷോക്ക് പ്രൂഫ് ആണ്. അതുപോലെ തന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്കിലും കോർണിംഗ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് അവൈലബിൾ ആണ്. ഡോൾബി വിഷൻ ഉണ്ട്, HDR10 അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് വെർഷൻ ഓറിയാണെങ്കിലും Android 9 Pie അപ്ഡേറ്റ് വരുന്നതാണ്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്നാപ്ഡ്രാഗൻ്റെ Qualcomm Snapdragon 845ൻ്റെ ഒക്ടോകോർ പ്രോസസ്സറാണ്. അതുപോലെ GPU എന്ന് പറയുന്നത് Adreno 630 ആണ്. ഇനി മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. നമുക്ക് ഒന്നെങ്കിൽ 2 സിം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്യാമറ എന്ന് പറയുന്നത് 16 MP മെയിൻ ക്യാമറയുണ്ട്. അതിൻ്റെ അപ്പർച്ചർ സൈസ് എന്ന് പറയുന്നത് f/1.6 ആണ്. അതുപോലെ തന്നെ 16 MP-യുടെ 1.9 f/1.9 അപ്പർച്ചർ സൈസിൽ ഒരു അൾട്രാ വൈഡ് സെക്കൻഡറി ക്യാമറയും ഉണ്ട്. LED ഫ്ലാഷ് ഉണ്ട്.
അതുപോലെ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് 4K വരെ സാധ്യമാണ്. ഇനി സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാ പിക്സലിൻ്റെ അതുപോലെ f/1.9 അപ്പേർച്ചറിൻ്റെ വൈഡ് ആംഗിൾ ആണ്. ഇനി ലൗഡ് സ്പീക്കർ അതുപോലെ 3.5 mm ജാക്ക് നമുക്ക് DTS സറൗണ്ട് സൗണ്ട് ലഭ്യമാണ്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള അതുപോലെ എല്ലാ സെൻസേഴ്സ് നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, നമുക്ക് ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ ഉണ്ട്, അതുപോലെ തന്നെ വോയിസ് അൺലോക്കിംഗ് ഫീച്ചറും ഉണ്ട്. ഇനി ബാറ്ററി എന്ന് പറയുന്നത് 3000 mAhന്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4GB 64GB വെർഷന് 36,000 അതുപോലെ 4GB 128GB വെർഷന് 39,000 ഇന്നിപ്പോൾ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. സോ നമ്മുടെ ഫോൺ ഓണായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്ക്രീനാണ്. 1000 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ലെവൽ എന്ന് പറയുന്നത്. സോ ഇതാണ് ആൻഡ്രോയിഡ് 8 വർക്ക് ചെയ്യുന്നത്. നമുക്കിനി ഏതൊക്കെ ആപ്സ് അവൈലബിൾ ആണെന്ന് നോക്കാം. നമുക്കിനി ആപ്പ് ഡ്രോയർ ചെക്ക് ചെയ്യാം. വളരെ അത്യാവശ്യമായിട്ടുള്ള ആപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, ബ്ലോട്ട്വെയർ ആയിട്ട് ആപ്സ് ഒന്നുമില്ല. നമുക്കിനി സെറ്റിങ്സിൽ പോയി നോക്കാം ഏതാണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ എന്നത്. സോഫ്റ്റ്വെയർ വെർഷൻ ആൻഡ്രോയിഡ് വെർഷൻ 8.0 ആണ്. സെക്യൂരിറ്റി പാച്ചിൽ 1 ജൂണിലത്തെ ആണ്. എന്നാൽ കൂടി നമുക്ക് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഉടനെ തന്നെ അവൈലബിൾ ആയിരിക്കും നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് നമുക്ക് നോക്കാം. യെസ്, 64GB ഏകദേശം 20GB യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 44GB ബാക്കി അവൈലബിൾ ആണ്. ഇതിൻ്റെ റാം എന്ന് പറയുന്നത് 4GB വെർഷനാണ്. ഇനി ഇതിൻ്റെ ലോക്ക് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഞാനിപ്പോൾ ഇതിൽ എൻ്റെ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസും ഞാനിത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വോയിസ് റെക്കഗ്നീഷനും അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ LG G7 തിങ്കിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എത്രത്തോളം ഫാസ്റ്റാണ് നമുക്ക് നോക്കാം. യെസ്, അത്യാവശ്യം ഫാസ്റ്റായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആനിമേഷൻ ഓണാക്കിയിട്ട കാരണമായിരിക്കാം ഈ ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഇത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ, അതുപോലെ ഗെയിമിംഗ്, അതുപോലെ കോൾ ക്വാളിറ്റി റിവ്യൂ, അതുപോലെ ക്യാമറ സാമ്പിൾസ്, സ്പീക്കറിൻ്റെ ക്വാളിറ്റി എന്നിവയൊക്കെ നമുക്ക് നോക്കാം. സ്പീക്കറിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം അല്ലേ. സ്പീക്കറിൻ്റെ ക്വാളിറ്റി നമ്മൾ ക്വാഡ് ഡാക്ക് ഉള്ള ഫോണാണെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ സൗണ്ട് റിംഗ് ടോൺ, ഓ ഇതിൻ്റെ വേറെ പ്രത്യേകിച്ച് തോന്നുന്നത്, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഹാൻഡ്സെറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ഹൈ വൈബ്രേഷൻ, അതായത് വളരെ നല്ലൊരു വൈബ്രേഷൻ സിസ്റ്റമാണ്, വൈബ്രേഷൻ മോട്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു LG G7 തിങ്കിൽ. ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് റേഞ്ചിൽ ഇത്രയും ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് തരുന്നൊരു ഫോൺ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ നല്ല ഒരു വൈബ്രേഷനാണ് ഈ ഫോണിന് ഉള്ളത്, LG G7 തിങ്കിനുള്ളത്. സോ ഇത്രയുമാണ് നമ്മുടെ അൺബോക്സിങ് റിവ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ബട്ടണും ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കണും പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ഫോണിൻ്റെ റിവ്യൂവുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ഏറ്റവും കൺസ്യൂമറിൻ്റെ വക.